സർക്കാരിനെ വിമർശിക്കുന്നത് രാജ്യദ്രോഹമല്ല. മഹാരാഷ്ട്രയിൽ സുപ്രധാന നിരീക്ഷണവുമായി പൂനെ സെഷൻസ് കോടതി. മുഖ്യമന്ത്രിക്കെതിരെ അഭിപ്രായം പറയുന്നത് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതായി കണക്കാക്കാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അഭിപ്രായ സ്വാതന്ത്ര്യവും ദേശീയ സുരക്ഷാ നിയമങ്ങളും തമ്മിലുള്ള അതിരുകൾ വീണ്ടും ചർച്ചയാകുന്നതിനിടെയാണ് NCP ശരത് പവാർ വിഭാഗം നേതാവിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതിയുടെ പരാമർശം. റിപ്പോർട്ടോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി കൂടുതൽ വാർത്തകളുമായി ഉമാ കല്ലിങ്കലെത്തും. സർക്കാർ നടപടികളെ വിമർശിക്കുന്നതോ മുഖ്യമന്ത്രിയെക്കുറിച്ച് അഭിപ്രായം പറയുന്നതോ രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതായി വ്യാഖ്യാനിക്കാനാകില്ലെന്ന് പൂനെ അഡീഷണൽ സെഷൻ കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും നക്സൽ അനുകൂല ഉള്ളടക്കങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തെന്ന കേസിൽ അറസ്റ്റിലായ NCP SP സോഷ്യൽ മീഡിയ വിഭാഗം സംസ്ഥാന മേധാവി മഹാദേവ് ബാൽഗുഡയ്ക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതി രാജ്യത്തിനെതിരെ യുദ്ധം പ്രേരിപ്പിച്ചതായോ ഇന്ത്യയുടെ പരമാധികാരത്തെയോ ഐക്യത്തെയോ അഖണ്ഡതയെയോ അപകടത്തിലാക്കുന്ന പ്രവർത്തനം നടത്തിയതായോ തെളിയിക്കുന്ന രേഖകൾ അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാരിനെ കുറിച്ച് അഭിപ്രായം പറയാനും അഭിനന്ദിക്കാനും വിമർശിക്കാനും ഓരോ പൗരനും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും രാജ്യദ്രോഹം പോലുള്ള ഗുരുതര കുറ്റങ്ങളുടെയും നിയമപരമായ അതിരുകൾ സംബന്ധിച്ച ചർച്ചകൾക്കിടയിൽ പൂനെ സെഷൻസ് കോടതിയുടെ ഈ നിരീക്ഷണം ശ്രദ്ധേയമായ നിയമപരമായ പരാമർശമായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ കാണിക്ക മോഷണ കേസിൽ പ്രതിഷേധിച്ച് ശിവസേന UPT സംഘടിപ്പിച്ച രാംരക്ഷാ സമരത്തെ കഴിഞ്ഞ ദിവസമാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് പരിഹസിച്ചത്. रामरक्षा आंदोलन करता पण रामरक्षाच वाचता येत नाही. कुठलं आंदोलन आहे तुमचं? ഉദ്ധവ് താക്കറെയെ നിരാശനായ രാഷ്ട്രീയ പ്രവർത്തകനെന്നാണ് ഫഡ്നാവിസ് വിശേഷിപ്പിച്ചത്. देखिए, उद्धव ठाकरे जी एक हताश, निराश और फ्रस्ट्रेटेड व्यक्ति है. प्रेमलाल, कैली न्यूज़, मुंबई.